മാസത്തേക്ക് കളി അല്ല ഒരു മിനിറ്റ് എന്താ 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് 2 മാസത്തിലെ ഉറപ്പ് ഞാൻ തന്നെ വന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഓസ്ട്രേലിയയുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി നമുക്ക് ഫിഫ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഫിഫ അപ്രൂവൽ അടുത്ത ഡേറ്റിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും. എന്നിട്ട് കളി നടത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ കളി നടത്തും. ഞാൻ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റിയോടുകൂടി ഇത് പറയും. ഇനി ഉണ്ടോ ഇല്ലയോ, ഉണ്ടെന്നെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മെസ്സി വരുമെങ്കിൽ ഇല്ല, ഇനി മെസ്സി വരുമെങ്കിൽ അർജന്റീനയെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കും. വരുന്നുണ്ട് മാർച്ച് മാസം വരും എന്ന് പറയുമ്പോൾ നവംബർ 30 വരെയുള്ള അല്ല, അത് കഴിഞ്ഞില്ല, അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ വർക്ക് തീർത്തിട്ട് സർക്കാർ ഹാൻഡ് ഓവർ ചെയ്യും. സർക്കാരിന് സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി. സർക്കാർ പറയും ഇനി അർജന്റീനെ കൊണ്ടുവരണ്ട, മെസ്സിനെ കൊണ്ടുവരണ്ട, കളി നടത്തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി അവസാനിച്ചോടെ. എനിക്ക് ആ നഷ്ടം ഞാൻ സഹിച്ചു. അത് ഞാൻ സഹിച്ചു. ആ പൈസ എൻ്റെ പൈസ കൊടുക്കും. ആ 70 കോടി രൂപ നഷ്ടം ഞാൻ സഹിച്ചു എന്നേ. അല്ല, അത് നിങ്ങളുടെ ശൈലിയാണ്. നിങ്ങൾ ലാഭം കണ്ടിട്ട് മാത്രമേ കൈകാര്യം ചെയ്യുള്ളായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ പല കാര്യങ്ങൾക്ക് ലാഭം കാണാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിന് എന്തെങ്കിലും കൊണ്ട് ഗുണം ഉണ്ടാവണമെന്ന് കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. സേവനമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ നിങ്ങൾക്കാണെന്ന് 70 കോടി വലിയ ബഹളാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ 130 അല്ല, അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നേ. അത് ആദ്യത്തെ ഗഡുവാണ് 130 കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ആ പൈസേൻ്റെ കണക്ക് ഞാൻ ഓൾറെഡി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അല്ല, ആ പൈസ എനിക്ക് തിരിച്ചു വരുമല്ലോ. ആ പൈസ ഒറിജിനൽ തരാത്ത പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങളാണ് ഉണ്ടാക്കുന്നത് തരാത്ത പ്രശ്നമുണ്ടെന്ന്. ഞാൻ പറയുമ്പോൾ എനിക്ക് അവർ തന്നോളൂ. അർജന്റീന വരുന്നില്ലെങ്കിൽ അത് ആ പൈസ എടുത്ത് മുങ്ങാനൊന്നും പോകുന്നില്ലല്ലോ. ആ പൈസ എന്നെ സംബന്ധിച്ച് നഷ്ടം എവിടെ ഉണ്ടാവുക? ഈ സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു, അതിന് നഷ്ടം. ഞാൻ എന്താ പറയുന്നറിയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിവാദം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഭാഗത്ത് ഞാനില്ല. കാരണം എന്തുകൊണ്ടറിയോ, വിവാദം ഉണ്ടായിക്കോട്ടെ, എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. പക്ഷേ എന്താണ് ഒരു നാടിൻ്റെ വികസനത്തിന് ഉണ്ടാകുന്ന ദോഷം, ആ ദോഷം എന്താണ്? അത് പൊളിറ്റിക്സ് ആക്കാൻ പാടില്ല. അത് പൊളിറ്റിക്കിലേക്ക് മാറ്റിയിട്ട് അതിനെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവുന്നേ പറഞ്ഞു. അല്ല, പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആകാശത്തിൽ ഉണ്ടാക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ സമയത്ത് ഞാൻ ചെയ്തതിനെല്ലാം ഡോക്യുമെൻ്റ് ഉണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പെർമിഷൻ ഉണ്ട്. ഇവിടെ എനിക്കൊന്ന് 5, 6, 7 എഞ്ചിനീയർമാരുണ്ട്. ഇവിടെ സർക്കാരിൻ്റെയും SKFൻ്റെയും GCDൻ്റെ ഒക്കെ ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ട്. ഇവരെല്ലാം നോക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. 38 എർത്ത് വേണം ഈ സ്റ്റേഡിയത്തിന്. ഈ ലൈറ്റുകൾ മുഴുവൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരെർത്തില്ലാതെ ഞാൻ പറഞ്ഞു. ഈ സ്റ്റേഡിയം ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഒരെർത്തില്ലാതെയാണ്. ഇപ്പം ഞാൻ 38 1 കോടിക്ക് മേലെയാണ് എർത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനം. കാരണം മനസ്സിലായോ? ഈ സ്റ്റേഡിയത്തിൽ ലൈറ്റ്സ് നിങ്ങളൊന്ന് മേലെ കയറി നോക്കും. ഞാൻ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് തരാം. ഞാൻ എൻ്റെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഇതിൻ്റെ അവസ്ഥ, മേലത്തെ അവസ്ഥ. കാറ്റ് പിടിച്ച താഴെ വിടാൻ ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് ഇത് മുഴുവൻ വൃത്തിയാക്കി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും രീതിയിലേക്ക്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ സ്റ്റേഡിയം ഇന്ന് കാണുന്ന ആൾക്കാരല്ലേ. ഈ സ്റ്റേഡിയം ഇങ്ങനെയായിരുന്നോ കിടന്നിരുന്നത്? ഞാൻ എന്തിനാണത് ചെയ്യുന്നത്? ഞാൻ ചെയ്ത തെറ്റെന്താ അതൊന്ന് പറഞ്ഞാൽ. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ഈ ഫാൾട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എഫേർട്ടിനെ അംഗീകരിക്കേണ്ട. അല്ല, എഫേർട്ടിനെ അംഗീകരിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാതെ അതിനെ വക്രവൽക്കരിച്ച് ഈ സംവിധാനത്തിൽ ഇല്ലാതാവില്ല. അല്ല, അതാണ് ഫിഫ അംഗീകാരം. അല്ല മേഡം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒറ്റ മിനിറ്റ്, ഒരാൾ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഞാൻ ഈ ഫിഫ അംഗീകാരം ഇല്ലാതെ ഒരു കളി നടത്താൻ കഴിയില്ല, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫിഫ അംഗീകാരമുള്ള സ്റ്റേഡിയം കേരളത്തിൽ വേണ്ടെന്നാണോ? അങ്ങനെയാണോ? ഈ സ്റ്റേഡിയം ഇങ്ങനെ കാട് മുടിച്ച് കിടന്നാൽ മതിയോ? അല്ലെങ്കിൽ ഇത് ഇപ്പോൾ അംഗീകാരത്തിൽ അല്ലെങ്കിൽ പറയണോ ഇത് ആൻറ്റി ഓഗസ്റ്റ് ഇത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞോളൂ. അതാണ് ഞാൻ അംഗീകരിക്കാം. അങ്ങനെ പറ്റില്ല. കാരണം എന്തുകൊണ്ടെന്നറിയോ, നമുക്കറിയില്ല ഈ ഫിഫ. കാരണം 2022 റൂളിലായിരുന്നു എന്ത് ഫിഫ അംഗീകാരം വേണമെന്ന് അറിയുന്നത്. നമ്മളെ വിചാരം എന്താ, 2017 അണ്ടർ-17 കളിച്ചാണ്. ഫിഫ അണ്ടർ-17 കളിച്ച സ്ഥലമാണ്. ആ സമയത്ത് ഈ സ്ഥാനത്ത് അംഗീകാരം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് സ്റ്റാൻഡേർഡ് മാത്രം മതിയായിരുന്നു, ഫിഫ അംഗീകാരം വേണ്ടിയിരുന്നില്ല. ഇപ്പോൾ 2022 പുതിയ റൂൾ കൊണ്ടുവന്നു ഫിഫ. ആ റൂൾ പ്രകാരം എന്താണ്, ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അംഗീകാരം വേണം. ശരിക്കും എല്ലാ സ്റ്റേഡിയങ്ങളും ചെയ്യുന്ന പണി എന്താ? ഇപ്പോൾ നിങ്ങൾ പല സ്റ്റേറ്റുകളും നോക്കിയാൽ അറിയാം, പല സ്റ്റേഡിയങ്ങളും ഫിഫ അംഗീകാരത്തിൽ ഉയർത്തുന്നുണ്ട്. പല സ്ഥലത്തും വർക്ക് കിടക്കുന്നുണ്ട്. കാരണം അതിന് ഇത്ര സീറ്റിംഗ് വേണം, ഇത്ര കപ്പാസിറ്റി വേണം, ഇതുപോലത്തെ പിച്ചുകൾ വേണം, ഇന്ന ലൈറ്റ് വേണം, അതുപോലെ ഇന്ന ഇക്വേഷൻ പ്ലാൻ വേണം, ഇത് വേണം. ഇത് ആ അർത്ഥത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അത് നല്ലതാണെന്നേ. ഇനി ഞാൻ മെസ്സി വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ എന്താ പറയുന്നതെന്നറിയോ, മെസ്സി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനി മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന്. കാരണം അനാവശ്യ ചർച്ചയാണ്. ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ സർക്കാരിനോട് പറയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവരും. ഒഴിഞ്ഞുമാറ്റമല്ല. അതാണ് നിങ്ങൾ തിരിക്കുന്നതുണ്ടോ? മെസ്സി വരുന്നുണ്ടോ നിങ്ങൾ തിരിക്കും. അതാ ഞാൻ പറയും, ഒഴിഞ്ഞുമാറ്റമല്ല. ഞാൻ പറയുന്നറിയോ, ഒരു മിനിറ്റ് സഹോദരാ, പറഞ്ഞോട്ടെ. മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കും, മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ കഴിയും. ഞാൻ അതിന് ശ്രമിക്കും എന്നുള്ളതല്ല, അത് നടക്കും. ആ സമയത്ത് ഒരു മിനിറ്റ്, ഇനി അത് കഴിഞ്ഞിട്ട് മാർച്ചിലേക്ക് ഈ നവംബറിൽ അപ്രൂവൽ കിട്ടുമല്ലോ.
ഞാൻ പറഞ്ഞത് നവംബറിൽ അപ്രൂവൽ എടുത്ത് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും. അതിനുശേഷം മാർച്ച് വരെ സമയമുണ്ടല്ലോ. അതിനുശേഷം സർക്കാരിന് ഇഷ്ടമുണ്ടെങ്കിൽ, GCDക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഈ കളി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നടത്തിക്കൂടെ ഞാൻ ചെയ്തുതരാം. ഫിഫ കോൺടാക്ട് ചെയ്യുന്നത് സ്പോൺസർ ആയിട്ടാണോ അതോ അല്ലല്ല, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. അതാ ഞാൻ പറയട്ടെ, അതിനെ കൃത്യമായിട്ടുള്ള അത് നിങ്ങൾക്ക് അറിയില്ലാഞ്ഞിട്ട് അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനകത്ത് നല്ല റോളുണ്ട്. അവർ നിരന്തരം ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അവർ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നേ. അതില്ലാന്ന് നിങ്ങൾ പറയല്ലേ. അവർക്ക് അറിയാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം. അവർ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെന്നിട്ട് നേരെ കൊടുക്കുകയല്ല. അത് എല്ലാം ഇപ്പം നിങ്ങളോട് പറയാൻ കഴിയുമോ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഫെഡറേഷനുമായിട്ട് ധാരണയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം മാതൃഭൂമിനെ സംബന്ധിച്ചിടത്തോളം അയ്യോ എന്താ ഞാനിതാ കൊള്ളയടിച്ച് കൊണ്ടുപോകാണെന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. ഞാൻ കൊള്ളയടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഒരു മിനിറ്റ് പറഞ്ഞിട്ട് തീർത്തട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇവിടെ ഞാൻ ഇത്രയും പൈസ മുടക്കി ഈ സ്റ്റേഡിയം നവീകരിച്ച് ഞാനിത് സർക്കാരിന് വിട്ടുകൊടുക്കും. അതിന് ശേഷം എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്താം, എനിക്കിതിനകത്ത് ഓരോ അധികാരം ഉണ്ടാവില്ല. എനിക്കത് വേണ്ടതാനും. ഞാൻ ഉദ്ദേശിച്ചത് എന്താ, ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കാൻ വേണ്ടി കാര്യം ചെയ്യും. അത് ചെയ്യാനുള്ള മാക്സിമം ശ്രമം നടത്തും. അത് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ നടത്തും. ഇനിയും ഇല്ല ചേട്ടാ, ഞാൻ പറയുന്നത് ഒരു സുതാര്യത പ്രശ്നമില്ല. ഒറ്റ പ്രശ്നമുള്ളൂ. എന്താണെന്നറിയോ? അല്ല ഞാൻ ഒരു അല്ല പറയാം അല്ല ഞാൻ പുലർത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഞാൻ ഒരു മിനിറ്റ് നിങ്ങൾ സൂക്ഷ്മത പോലെ എന്താ സൂക്ഷ്മത പുലർത്താത്തെന്ന് പറഞ്ഞേ. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ടീമിനെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ആ ഡേറ്റ് പ്രഖ്യാപിക്കുകയോ സ്കോഡ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റേഡിയത്തിന്റെ അതുപോലെ ഈ സ്റ്റേഡിയം യോഗ്യമാണോ, അതൊക്കെയല്ല ആദ്യം. അതാണ് ഞാൻ ആദ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞില്ലേ. എന്താണ് പറയുക, ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താണ് ഞാൻ പറഞ്ഞത്? ഈ നവംബർ മാസം 10 തുടങ്ങി 18 വരെയുള്ള വിൻഡോയിൽ കളി നടത്തുമെന്ന് പറഞ്ഞത് ആരാ? പിന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ്. എങ്ങനെയാണ് അവർക്കത് പറയാൻ കഴിയുക? എന്താ പറയുക, ഈ വിൻഡോ ഫിഫ നമുക്കായിട്ട് അനുവദിച്ചു, കേരളത്തിൽ കളിക്കാൻ അനുവദിച്ചത് ശേഷമാണ് ഇത് പറയുന്നത്, അനൗൺസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണ് ഒരു സ്റ്റേഡിയം രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. ആ നമ്പർ ഈ സ്റ്റേഡിയത്തിന് ഇല്ല. അപ്പോഴാണ് അറിയുന്നത് എന്ത്, ഇതിന് അപ്രൂവൽ ഇല്ല, ഈ സ്റ്റേഡിയം അപ്രൂവൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത ഫോർമാറ്റ് എന്താ, അപ്രൂവലിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് നേരത്തെ നമുക്കറിയാമെങ്കിൽ നമ്മൾ ഈ സ്റ്റേഡിയം നിശ്ചയിക്കുമോ? നിങ്ങൾ ചിന്തിച്ചാൽ പോരെ? ഇത്രയും പൈസ കൊടുക്കി നമ്മൾ നിശ്ചയിക്കുമോ? ആർക്കും അറിയില്ല. ഇന്ത്യയിൽ തന്നെ അറിയില്ല എന്ന് ആർക്കും അറിയില്ല. ഞാൻ പറയാം, ഫെഡറേഷൻ അറിയില്ലായിരുന്നു. ഫെഡറേഷൻ പോലും അറിയില്ല. ഞാൻ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ സൗദി മീറ്റിങ്ങിന് പോയ സമയത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് പോലും അവിടെ നിന്നാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അവിടെ സംസാരിച്ചപ്പോഴും ഇങ്ങനെ ഒരു കുരുക്ക് അതിനകത്തുണ്ടെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ പൈസ ഇല്ലാത്ത, ഫിനാൻസ് ഇല്ലാത്ത ആൾക്കാർ, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. പിന്നെ ഇതൊക്കെ അറിയാവുന്നിട്ടല്ലാന്നേ. കാരണം ഇന്ത്യയിൽ പണമില്ലാത്ത ആൾക്കാർ ഉണ്ടായിട്ടല്ല. കാരണം ഒരു സ്റ്റേഡിയം നവീകരിച്ച് പണിതതിന് ശേഷം ഒരു കളി കൊണ്ടുവരാൻ വേണ്ടി ആരും റിസ്ക് എടുക്കില്ല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു, വേണ്ട എന്ന് നോക്കുന്നു.